സാധാരണഗതിയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഉപരിപ്ലവമായ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, അത് ഇഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് ഒന്ന് ശ്രദ്ധിക്കണം, ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന തരത്തിലൊരു ആക്ട് ഉണ്ടാവാറില്ല. ഇത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് കേരള പോലീസ് ചെയ്തിരിക്കുന്നത്, കേരള ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ അവരെ അഭിനന്ദിക്കട്ടെ. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഇത്രയും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇത്രയും വലിയ വ്യവസായി, ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരാൾ, ഇത്രയും പണമുള്ള ഒരാൾ അദ്ദേഹത്തെ ഒരു നിയമ നടപടിയുടെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു കമൻറ്റ് പറഞ്ഞാൽ ഇപ്പം എന്താണ് എന്ന് തോന്നുന്ന തരത്തിൽ. എന്നാൽ സ്ത്രീയുടെ മാനത്തിന്, സ്ത്രീയുടെ ഇവിടെ ജീവിക്കാനുള്ള സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കണക്കാക്കിക്കൊണ്ട് ഈ എടുത്ത പരിഗണന, സ്ത്രീകൾക്ക് നൽകിയ പരിഗണന, അവരുടെ അവകാശത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ, ഇത് വളരെയധികം സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു. തീർച്ചയായും മാലാപാർവതി, ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എത്രയോ വർഷങ്ങളായി ശ്രീമതി മാലാപാർവതി ഈ ചലച്ചിത്ര മേഖലയിൽ നിൽക്കുകയും അല്ലാതെ തന്നെ സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിച്ച് നല്ല ഒരുപാട് ഇടപെടലുകൾ കാലാനുസൃതമായിട്ടൊക്കെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്, വ്യക്തിപരമായിട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മാലാപാർവതിക്ക് പോലും രക്ഷയില്ല. ആ രീതിയിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ താങ്കൾക്കും നേരിടേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ ഈ കോൺടെസ്റ്റിൽ ചേർത്ത് വെക്കേണ്ട ഒരു ദുരനുഭവം ഉണ്ടായതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആഘാതം പോലും താങ്കൾക്ക് വിട്ടുമാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം കൂടി താങ്കളും അനുഭവിച്ചതാണ്. അതിൽ അടക്കം ശക്തമായൊരു ഇടപെടൽ ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇന്നത്തെ നടപടികൾ പോകുമോ? താങ്കൾക്കേറ്റ ആ ദുരനുഭവം കൂടി തുറന്നു പറഞ്ഞു പോയാൽ. എനിക്കുണ്ടായ ദുരനുഭവം, ആ ഒരു കമൻറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രയും അശ്ലീലം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ, അത് ഏത് മേഖലയിൽ, സിനിമ മാത്രമല്ല, എല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, നമ്മുടെ രൂപത്തിൻ്റെ പേരിൽ, നമ്മുടെ പ്രായത്തിൻ്റെ പേരിലൊക്കെ നിരന്തരം അശ്ലീല ചുവയുള്ള അസഭ്യ വർഷം ഇങ്ങനെ നിരന്തരം എന്നുള്ള, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നുള്ളത് എനിക്ക് ഇങ്ങനെ എപ്പോഴും നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കിത് ഒരു പരിധി കഴിഞ്ഞ് ഈ വാക്കുകൾ നമ്മളെ ബാധിക്കുന്നു. നമുക്കൊരു ജോലി ചെയ്യുന്നതിന് പോലും തടസ്സം. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണോ? നമ്മളൊരു ജോലിക്ക് പോലും ചെയ്യാൻ പാടില്ലാത്തവരാണോ? നമുക്കതിനുള്ള അവകാശമില്ലാത്തവരാണോ? നമ്മൾ വെറും അത്രയും മോശപ്പെട്ട ആൾക്കാരാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നൂറുകണക്കിന് ആൾക്കാർ നിരന്തരമായി പല പല ഗ്രൂപ്പുകളിൽ നമ്മൾ വരുന്ന ഇടങ്ങളിലെല്ലാം വന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഫാമിലിയെക്കുറിച്ചും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിനകത്തെ ഒരു കമൻറ്റിനെതിരെ ഞാൻ ശക്തമായി പരാതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം എനിക്ക് മോശമായിട്ട് അനുഭവപ്പെട്ടു, അത് എത്രമാത്രം എൻ്റെ മനസ്സിന് ആഘാതം ഏൽപ്പിച്ചു എന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ സൈബർ പോലീസിന് ഇമെയിൽ അയച്ചു. അതിനുശേഷം സൈബർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി കൊടുത്ത് FIR ആക്കി. അതിനുശേഷം ഞാൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി മൊഴി കൊടുത്തു ഡിസംബർ 28 എന്ന് വെച്ചാൽ അത്രയും അധികം അപമാനിക്കുക. ഞാൻ 95 ഞാൻ ടെലിവിഷനിൽ പൊതുരംഗത്ത് മലയാളികളുടെ മുമ്പിൽ വരാൻ തുടങ്ങി ഒരു ആങ്കറായിട്ട്. അതിനുശേഷം 2007 വരെ, അതിനുശേഷം സിനിമയിലും അല്ലാതെയുമായിട്ട് 2024 വരെയും സജീവമായി തന്നെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് ഇന്ന് വരെ ഇങ്ങനൊരു ആരോപണം ഞാൻ കേൾക്കാനിടയായിട്ടില്ല. അത്രയും മ്ലേച്ഛമായ ഒരു കമന്റാണ് ടൈഗർ ഒരാള് നമ്മൾ അമ്പരപ്പിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്നത് താങ്കൾ ഇത്രയും തുനിഞ്ഞിറങ്ങി, താങ്കളെ പോലെ ആളായാലും ഹണിറോസ് ആയാലും തുനിഞ്ഞിറങ്ങിയിട്ടും അതുപോലും നമ്മൾ മാതൃഭൂമിയൊക്കെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഈ ചിത്രമടക്കം നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ ഇടുമ്പോൾ അതിനുശേഷവും, കാരണം ഈ കേസിൽ ജാഗ്രതയോടെ പോലീസ് ഇടപെട്ടില്ല. അതായത് ചില വരുന്ന കമന്റുകൾ ഈ സംഭവത്തിന് ശേഷവും താങ്കളുടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളൊക്കെ പോസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ, വാർത്താ പ്ലാറ്റ്ഫോമുകളിൽ ഇടുമ്പോൾ അതിന് പോലും വരുന്ന കമന്റുകൾ ഈ നിമിഷം പോലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ വല്ലാത്തൊരു വൈറസായി ഇത് വ്യാപിക്കുകയാണ്. 100%. അത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഒരു മാധ്യമങ്ങളുടെ, ഇപ്പോൾ യൂട്യൂബ് പോലെയുള്ള ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടി എടുക്കുന്ന ടൈറ്റിലുകൾ, അതിനുശേഷം നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനെ കാർഡാക്കി ആൾക്കാരുടെ മുമ്പിലോട്ട് വെക്കുമ്പോൾ അതിന് കമൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. നമുക്ക് പോലും തോന്നുമോ ഇത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, അത് കമൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ആൾക്കാരെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഇടും.
അപ്പോൾ അത് ഭയങ്കരമായ നെഗറ്റീവ് കമൻറ്റുകളുടെ ഒരു ഘോഷയാത്ര. അപ്പോൾ അതിന് അത്രയും ആൾക്കാർ ആ വാർത്തയെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ആ ചാനലിന് പണം കിട്ടുന്നു, യൂട്യൂബ് ചാനലിന് പണം കിട്ടുന്നു. ഇതിങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന ഒരു കാര്യമായി മാറിപ്പോയി. അപ്പോൾ ആരെയും ടാർഗറ്റ് ചെയ്യപ്പെടാം, ഇന്ന് ആരെ പൊങ്കാലയിടാം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടര ആൾക്കാർ, അത് രാഷ്ട്രീയത്തിൻ്റെ പേരാവാം, അത് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ്റെ പേരിലാവാം, നമ്മുടെ രൂപത്തിൻ്റെ പേരിലാവാം, നമ്മൾ പറഞ്ഞൊരു കമൻറ്റിൻ്റെ പേരിലാവാം. ചിലത് നമുക്കും യോജിപ്പുള്ള കാര്യമാണ്, അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതൊരു തിരുത്തൽ ശക്തിയായിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും പരിധിയും എല്ലാ തരത്തിലുള്ള പരിധിയും വിട്ട് താങ്കളിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് ചില സീമകളുണ്ട്, നമുക്ക് ചില പരിധികളുണ്ട്.